ലഹരിക്കെതിരെ ജാഗ്രതാ സന്ദേശവുമായി ലാസ്യ വിദ്യാർത്ഥികൾ. പയ്യന്നൂരിലെ പഴയ ബസ് സ്റ്റാൻഡിന് സമീപം മെയിൻ റോഡിൽ പ്രവർത്തിക്കുന്ന ബാഗ് ബസാറിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നവർക്ക് ഓരോ ദിവസവും 5 പോപ്പിക്കൊടകൾ, 5 റെയിൻകോട്ടുകൾ, 5 ലേഡീസ് ബാഗുകൾ, 5 ലെതർ പേഴ്സുകൾ. മഹാവിപത്തായ ഒരു തലമുറയെ നശിപ്പിക്കുന്ന ലഹരി മരുന്നിനെതിരെ ജാഗ്രത പുലർത്തുക എന്ന ആഹ്വാനമായാണ് ലഹരി വിരുദ്ധ ദിനത്തിൽ പിലാത്ര ലാസ്യ കോളേജ് സംഗീതത്തിലൂടെയും നൃത്തത്തിലൂടെയും ബോധവൽക്കരണം എന്ന നിലയിൽ സംഗീത ശില്പവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ലാസ്യയിലെ ഭരതനാട്യ അധ്യാപിക ഡോക്ടർ ഇ വിദ്യാലക്ഷ്മിയുടെ വരികൾക്കാണ് രംഗഭാഷ്യമൊരുക്കിയിരിക്കുന്നത്. ലാസ്യയുടെ പ്രിൻസിപ്പൽ ഡോക്ടർ കലാമണ്ഡലം ലത ഇടവലത്തിൻ്റെ മേൽനോട്ടത്തിൽ നൃത്താധ്യാപകരായ ഡോക്ടർ വിദ്യാലക്ഷ്മി, വീണ, സംഗീതാധ്യാപകരായ ഡോക്ടർ അനീഷ, ശ്രീജ തുടങ്ങിയവരാണ് ഈ ആവിഷ്കാരം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. 35ഓളം വിദ്യാർത്ഥികൾ ഇതിൽ പങ്കെടുത്തിട്ടുണ്ട്. ആവശ്യപ്പെട്ടാൽ ഈ സംഗീത നൃത്തശില്പം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും അവതരിപ്പിക്കാനുള്ള തീരുമാനത്തിലുമാണെന്ന് ഡോക്ടർ കലാമണ്ഡലം ലത അറിയിച്ചു. ഇന്ന് ലഹരി വിരുദ്ധ ദിനമായിട്ട് നമ്മുടെ സംസ്ഥാനമൊട്ടാക്കെ ആഘോഷിക്കുകയാണ്. നമുക്കറിയാം, ഇന്നത്തെ യുവതലമുറ ഏത് വഴിയിലേക്കാണ് പോകുന്നുള്ളത് നമുക്കിപ്പോൾ തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയാണ്. പല രീതിയിലാണ് മയക്കുമരുന്ന് അവരെ സ്വാധീനിക്കുന്നത്. അത് ചിലപ്പോൾ അത് സങ്കടത്തുനിന്ന് രക്ഷ നേടാതിരിക്കാം, ചിലപ്പോൾ യുവതലമുറ പരീക്ഷ അവരങ്ങനെ കണ്ടിരിക്കാം, ചിലപ്പോൾ സാമ്പത്തിക പ്രതിസന്ധിയായിരിക്കാം, ചിലപ്പോൾ കുടുംബത്തിന്റെ സാഹചര്യമായിരിക്കാം. ഇതിപ്പോൾ ഏത് തരത്തിലാണ് ഈ യുവതലമുറ ഇതിലേക്ക് അതിന്ന് രക്ഷപ്പെടാൻ, ഇങ്ങനെയുള്ള അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടാനായിരിക്കാം അവർ ഈ സംഭവം ഇതിലേക്ക്, ഈ മയക്കുമരുന്നിലേക്ക് പോകുന്നത്. പക്ഷെ അങ്ങനെയുള്ള ആൾക്കാരെ തിരിച്ച് കൊണ്ടുവരികയും, അത് ഇവിടെ ലാസ്യ എന്ന് പറയുമ്പോൾ ഒരു നൃത്തത്തിന്റെ സ്ഥാപനമാണ്. അപ്പോൾ നമ്മളിവിടെ കൂടുതലും പെൺകുട്ടികളാണ്. അപ്പോൾ ഒരു പക്ഷേ ഇതിന്റെ ഭീകരത അനുഭവിക്കുന്നതും ചിലപ്പോൾ സ്ത്രീകളാണ്. അപ്പോൾ ഇത് ലഹരിക്കെതിരെ ലാസ്യയുടെ നമ്മുടെ നൃത്തത്തിൽ കൂടി ഇതിനെതിരായിട്ട് എങ്ങനെ പ്രതികരിക്കാം എന്നുള്ളതിന്റെ ഒരു കണ്ടെത്തലാണ് നമ്മളിവിടെ തന്നെ നൃത്താധ്യാപികയായ വിദ്യാലക്ഷ്മി അതിന്റെ ജാഗ്രത എന്നുള്ള, ഇത് ലഹരിക്കെതിരെ ജാഗ്രത എന്ന വരി എഴുതിക്കൊണ്ട് അതിന് നമ്മുടെ സംഗീത അധ്യാപകരായ അനീഷ, രമേശ്, ശ്രീജ, രാജപ്പൻ തുടങ്ങിയ സംഗീത അധ്യാപകരും അതിന് സംഗീതം നൽകിക്കൊണ്ട് ലാസ്യത്തെ വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്ന് അതിന് ഒരു കൊറിയോഗ്രാഫി ചെയ്തിട്ടാണ് ഈ ഒരു നൃത്താവിഷ്കാരം ലഹരിക്കെതിരെ. പുതുതലമുറയെ മയക്കത്തിൽ നിന്നും ഉണർത്താൻ ഈ ആവിഷ്കാരം നയിക്കുമെന്ന് ലാസ്യയിലെ അധ്യാപകരും വിദ്യാർത്ഥികളും വടക്കൻ വാർത്തകൾക്ക് മുമ്പാകെ പങ്കുവച്ചു. ഡാൻസ് എന്ന് പറയുന്നത് തന്നെ നമ്മൾ ഒരു മെസ്സേജ് അല്ലെങ്കിൽ ഒരു അഡ്വർടൈസ്മെന്റ് നമ്മൾ സമൂഹത്തിന് കൊടുക്കുന്നത് പോലെയാണ് നൃത്തം എന്ന് പറയുന്നത്. അത് നമ്മൾ സംഗീതത്തിലൂടെയും ഡാൻസിലൂടെയും നമ്മൾ ഇന്നത് പുറത്തോട്ട് വിടുകയാണ്. ഈ കഞ്ചാവ് എന്ന് പറയുന്നത് അതൊരു ഓർഗാനിക് ആയിട്ടുള്ളൊരു വസ്തു തന്നെ, പക്ഷെ അത് ദുരുപയോഗം ചെയ്യുന്നതാണ് ഇപ്പോഴത്തെ സമൂഹം. വളരെയധികം ബുദ്ധിമുട്ടാണ് ഓരോ വീടുകളിലും ഉണ്ടാവുന്നത്. ഇതുകൊണ്ട് കൊലപാതകം ഉണ്ടാവുന്നുണ്ട്. അങ്ങനെ അച്ഛനമ്മ ബന്ധം പോലും തിരിച്ചറിയാതെയാണ് അവരും പെരുമാറുന്നത്. അതിനെതിരെ ശക്തമായിട്ട് ഞങ്ങൾ നൃത്തത്തിലൂടെ ഞങ്ങളതിൽ പോരാടാൻ വേണ്ടി നമ്മുടെ വിദ്യാമിസ് വരികൾ എഴുതി ഇവിടുത്തെ ടീച്ചേഴ്സും എല്ലാവരും സ്റ്റുഡൻസ് എല്ലാവരും ചേർന്ന് നമ്മളത് ഇവിടെ ലാസ്യയുടെ സ്റ്റേജിൽ പെർഫോം ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്. തീർച്ചയായിട്ടും സന്തോഷമുണ്ട്, അതുപോലെ അഭിമാനവും തോന്നുന്നു. കാരണം നമ്മളെ ഒരു സമൂഹത്തിലേക്ക് അല്ലെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഒരു സന്ദേശം അയക്കുന്നതിൽ കല വഹിക്കുന്ന ഒരു പങ്ക് വളരെ വലുതാണ്. പല മാധ്യമങ്ങളിലൂടെ നമുക്ക് സന്ദേശങ്ങൾ കൈമാറാൻ സാധിക്കും. തീർച്ചയായിട്ടും നമ്മുടെ ഈ സ്ഥാപനത്തിൽ നമ്മുടെ നൃത്തം, സംഗീതം രണ്ടും കൂടി സമന്വയിപ്പിച്ച് ഞങ്ങൾ ഈ ലോകത്തിലേക്കുള്ള എല്ലാവരോടും ഈ സന്ദേശം കൈമാറാൻ വിചാരിക്കുന്നു. അതായത് മദ്യം, മയക്കുമരുന്ന് ഇതുപോലെയുള്ള ശാസ്ത്രീയമായിട്ടുള്ള വസ്തുക്കൾ ഇനി വരുന്ന തലമുറ ഉപയോഗിക്കാതെ നല്ലൊരു ഭാവി അവർക്ക് ഉണ്ടാവട്ടെ എന്നുള്ള ഒരു ആശയം കൈമാറാനായിട്ടാണ് ഞങ്ങൾ ഇവിടെ ശ്രമിച്ചിരിക്കുന്നത്.
വടക്കൻ വാർത്തകൾക്ക് വേണ്ടി പിലാത്രയിൽ നിന്നും ടി ബാബു, പഴയങ്ങാടി. പയ്യന്നൂരിലെ പഴയ ബസ് സ്റ്റാൻഡിന് സമീപം മെയിൻ റോഡിൽ പ്രവർത്തിക്കുന്ന ബാഗ് ബസാറിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നവർക്ക് ഓരോ ദിവസവും 5 പോപ്പിക്കൊടകൾ, 5 റെയിൻകോട്ടുകൾ, 5 ലേഡീസ് ബാഗുകൾ, 5 ലെതർ പേഴ്സുകൾ, ട്രെൻഡിംഗ് ഐറ്റമായ 3 പീസ് സെറ്റ് വാട്ടർ ബോട്ടിലുകൾ, ഓരോ 2000 രൂപയുടെ സ്കൂൾ പർച്ചേസിനൊപ്പം 199 രൂപയുടെ റെയിൻകോട്ടും കൂടാതെ ക്യാഷ് ഡിസ്കൗണ്ടും. ഓരോ ദിവസവും നെറുക്കെടുപ്പിലൂടെയാണ് നമ്മൾ ഭാഗ്യശാലികളെ തിരഞ്ഞെടുക്കുന്നത്. ഉത്തര മലബാറിലെ ബാഗുകൾക്ക് മാത്രമായുള്ള ഏറ്റവും വലിയ സ്ഥാപനമായ ബാഗ് ബസാറിൽ നിന്ന് മെയ് 30 വരെ മാത്രമാണ് ഈ ഓഫർ ഉള്ളത്.